ഫ്രഷ് കട്ടിനെതിരായ പ്രതിഷേധത്തിൽ പ്രകോപനമുണ്ടാക്കിയത് റൂറൽ SP KE ബൈജു ആണെന്ന ആരോപണവുമായി സമരസമിതി ചെയർമാൻ ബാബു കുടുക്കിൽ. റൂറൽ SP ഫ്രഷ് കട്ടിന്റെ 3 വാഹനങ്ങൾ കയറ്റിവിടാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്ന് സംഭവത്തിന് ശേഷം ഒളിവിലുള്ള ബാബു മീഡിയ വണിനോട് പറഞ്ഞു. CPMന്റെയും പോലീസിന്റെയും നിലപാട് തള്ളി CPM മുൻ ഏരിയ സെക്രട്ടറി ഗിരീഷ് ജോണും രംഗത്തെത്തി. ജില്ലാ കലക്ടർ ബുധനാഴ്ച സർവകക്ഷി യോഗം വിളിച്ചു. രാവിലെ മുതൽ വൈകിട്ട് 4 വരെ സമാധാനപരമായി മുന്നോട്ടുപോയ സമരം സംഘർഷത്തിലേക്ക് വഴിമാറിയത് റൂറൽ SP KE ബൈജുവിന്റെ ഇടപെടലോടെയാണെന്നാണ് സമരസമിതി ചെയർമാൻ ബാബു കുടുക്കിൽ ആരോപിക്കുന്നത്. സമരക്കാർ SPയെ ആക്രമിച്ചിട്ടില്ല. ഫാക്ടറി കത്തിച്ചത് സമരക്കാരല്ലെന്നും ബാബു പറഞ്ഞു. ഫാക്ടറി കത്തിച്ചത് ഒരിക്കൽ പോലും സമരസമിതിയുടെ ആളുകളല്ല. സമരസമിതിക്ക് അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല. പോലീസ് നരനായട്ടായതിനാലാണ് സംഭവത്തിന് ശേഷം നേതാക്കൾ മാറി നിന്നതെന്നും സമരസമിതി ചെയർമാൻ മീഡിയ വൺ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. അതിനിടെ അക്രമത്തിനു പിന്നിൽ SDPI ആണെന്ന CPM വാദം മുൻ ഏരിയ സെക്രട്ടറി തന്നെ തള്ളി. സമരത്തെ ഹൈജാക്ക് ചെയ്തു പോകുന്നു എന്ന് പരിധിവെക്കേണ്ട ആളുകളല്ല നമ്മൾ. ജനങ്ങളുടെ തികച്ചും ജനുവിനായിട്ടുള്ള ഒരു പ്രശ്നത്തിന്റെ മേലെ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടുണ്ട്. ആ നിലപാട് സ്വീകരിച്ചാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. സ്ത്രീകളും കുട്ടികളും എല്ലാം സ്കൂളിൽ പോലും പോകാതെ പങ്കെടുക്കുന്നു എന്നുള്ളത് അവരുടെ അവിടുത്തെ പ്രയാസമാണ് സൂചിപ്പിക്കുന്നത്. സാഹചര്യം സങ്കീർണമായി തുടരുന്നതിനാൽ ജില്ലാ കലക്ടർ ബുധനാഴ്ച സർവകക്ഷി യോഗം വിളിച്ചു. യോഗത്തിന് മുൻപായി ഫാക്ടറി സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ശുചിത്വ മിഷൻ, മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർക്കും കളക്ടർ നിർദ്ദേശം നൽകി. സംഘർഷവുമായി ബന്ധപ്പെട്ട് 3 സമരസമിതി പ്രവർത്തകരെ കൂടെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൂടത്തായി സ്വദേശിയായ സഫീറിനെ വയനാട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. മലപ്പുറം മഞ്ചേരി സ്വദേശി സൈഫുള്ളയെ എടപ്പാളിൽ നിന്ന് പിടികൂടി. താമരശ്ശേരി സ്വദേശി മുഹമ്മദാണ് കസ്റ്റഡിയിലുള്ള മറ്റൊരാൾ. ഇതോടെ പോലീസ് പിടിയിലായവരുടെ എണ്ണം 5 ആയി. അതിനിടെ താമരശ്ശേരിയിൽ SDPI വിശദീകരണ യോഗം നടത്തി. മീഡിയ വൺ, കോഴിക്കോട്.